Hello friends, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ഫോണിൽ പല വെബ് പേജുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ വെബ് പേജുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ആവശ്യം വന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോൾ ഒരു നീളമുള്ള വെബ് പേജ് ആണെങ്കിൽ അതിന്റെ ഓരോരോ ഭാഗങ്ങളായി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടി വരുന്നു. പിന്നീട് അത് സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാനുള്ള ഒരു സമയവും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാനുള്ള സമയമൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ ഫോണിനകത്ത് തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു സെറ്റിംഗ് ഉപയോഗിച്ച് നമ്മുടെ ആ വെബ് പേജിൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ PDF ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനെ ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അപ്പം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ വെബ് പേജുകളൊക്കെ ഓപ്പൺ ആക്കുന്നവരാണ് നമ്മുടെ ക്രോം ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ആ ഒരു ക്രോമിന്റെ 3 ഡോട്ട്സ് സെറ്റിങ്ങിന്റെ ഓപ്ഷൻ ആണല്ലോ, അവിടെ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം ഷെയറിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നു. ഈ ഷെയറിന്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് എന്താ പറയുക ബ്ലൂടൂത്ത് അതുപോലെ തന്നെ എക്സെൻഡർ ഷെയർ ഉണ്ട്, അങ്ങനെ നമുക്ക് പലതിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതൊന്നും അല്ലാതെ പ്രിന്റിന്റെ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നതാണ്. അതായത് ഇത് നമ്മളിൽ പലരും ഉപയോഗിക്കാത്ത ഒരു കാര്യമാണ് ഈ പ്രിന്റ് എന്നുള്ളത്. ഈ പ്രിന്റിന്റെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് PDF ആക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തിയേക്കുക. ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഒരു വെബ് പേജ് ഓപ്പൺ ആക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ക്രോം ഒന്ന് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സ്പോർട്സ് എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾക്ക് നമ്മുടെ സാധാരണ ഇപ്പം പഠനത്തിന്റെ ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും സെർച്ച് ചെയ്യുമല്ലോ. അതായത് നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സാധാരണ എപ്പോഴും സെർച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അത് നമ്മളിവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഈ ഒരു പേജിന്റെ സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊള്ളുന്നത്രയും ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിനുശേഷം സ്ക്രോൾ ചെയ്തതിനു ശേഷം അടുത്ത പേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അങ്ങനെ ചെയ്യാറാണല്ലോ പതിവ്. അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക മൂവ് ചെയ്ത് ഓരോ സ്ക്രീൻഷോട്ടും നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ എന്തിനാണ് എടുത്തതെന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ഇമേജും നമ്മൾ മാറ്റി നോക്കുകയും ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്ന ഒരു ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പേജിനെ മൊത്തത്തിൽ നമുക്ക് PDF ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് അത് റീഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ ആപ്ലിക്കേഷൻസിൻ്റെയും ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ ഒരു പേജിൻ്റെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ മുകളിലത്തെ ഒരു സെറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാമല്ലോ. ഈ 3 ഡോട്ട്സ് സെറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോവുക. ഈ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിപ്പം ആ ഒരു പേജിനെ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എക്സെൻഡർ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ ഒക്കെ സെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ഈ ഒരു സാധാരണ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്നും ഉപയോഗിക്കാത്ത ഒരു ഓപ്ഷനാണ് ഈ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നേ വരെ ആരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാത്ത ഒരു ഓപ്ഷൻ ആയിരിക്കണം ഈ പ്രിന്റ് എന്നുള്ളത്. സാധാരണ എന്താ പറയുക വീട്ടിൽ പ്രിന്റർ ഉള്ളവരൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്രിന്റ് എന്നുള്ളത്. അതായത് 95% പേരും ഈ ഒരു പ്രിന്റിന്റെ ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രിന്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ലോഡ് ആവുന്നത്ര സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ലോഡായി വന്നതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണല്ലോ. അതിനുശേഷം നമുക്കിവിടെ എത്ര കോപ്പിയാണ് വേണ്ടതെന്നും അതുപോലെ തന്നെ പേപ്പറിന്റെ സൈസ്, ലെറ്റേഴ്സ് ഒക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിവിടെ ഈ PDF എന്നുള്ളതിൽ നിന്ന് ടച്ച് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് ലോഡ് ആവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ സേവ് എന്ന് പറഞ്ഞൊരു ഇന്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്ത് അതിനെ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബേക്ക് പോകാവുന്നതാണ്. ഇനി അതെങ്ങനെയാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിപ്പം ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ഞാൻ ആ ഫയലുള്ള ഫോൾഡറിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പേജ് മൊത്തം നമുക്കിവിടെ PDF ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 9 പേജോളം ഇവിടെ PDF ആയിട്ട് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയും ഒരു ഭാഗം തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് നമ്മൾ അതെന്താ പറയുക, വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഒരു ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ PDF ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.